മുഹറം മാസം നമ്മിലേക്ക് വന്നു കഴിഞ്ഞു. മുഹറം മാസം വന്നു കഴിഞ്ഞാൽ ആ മാസത്തിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഹാസിബു ഖബല അൻ തുഹാസബു എന്നാണല്ലോ. നമ്മൾ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും മറ്റ് അവയവങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് തെറ്റുകളും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിചാരണ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇനി വരുന്ന വർഷങ്ങളിൽ നന്നായി ഓരോ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ നാം ആദ്യം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക എന്നുള്ളത് വളരെ പുണ്യമായ കാര്യം. തുടക്കമാണല്ലോ, തുടക്കം ബിസ്മി കൊണ്ടാവണം എന്നല്ലേ. അപ്പോൾ 113 പ്രാവശ്യം നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൃത്യമായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ബറക്കത്ത് വേറെ തന്നെയാണ്. അപ്പോൾ ഇത് സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചാലൊന്നും അതിൽ അടിസ്ഥാനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ പുണ്യകാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ? എത്ര കാര്യങ്ങളുണ്ട്. നമ്മൾ ബിരിയാണി സ്വതക്ക ചെയ്യാറുണ്ട്. അവരുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ബിരിയാണി ഉണ്ടോ? നമ്മൾ ബിരിയാണി സ്വതക്ക ചെയ്യാറില്ലേ? ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ അന്നത്തെ ഓരോ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഓരോ മാറ്റങ്ങൾ വരാറല്ലോ. അപ്പോൾ അത് ചെയ്യുന്ന കാര്യം നല്ലതാണോ എന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് എഴുതുന്നത് പുണ്യകാര്യം തന്നെയല്ലേ, ഖുർആനിൻ്റെ വാചകനമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന 19 ഹർഫുകൾ വളരെ കൃത്യമായി അത് ഫക്ക് ചെയ്തുകൊണ്ടാണ്, അഥവാ വിട്ടുപിരിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. ബാ, സീന്, മീം അങ്ങനെ ഓരോ ഹർഫുകളാക്കിയിട്ടാണ് എഴുതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സാധാരണ എഴുതുന്ന പോലെയല്ല എഴുതേണ്ടത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അത് ഇഖ്ലാസോടുകൂടെ ആരെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ നമ്മുടെ സ്വമനസ്സാലെ തന്നെ ഇൻഷാ അള്ളാഹ് അടുത്ത വർഷം ഭംഗിയാക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് തന്നെ അത് എഴുതി തീർക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് എഴുതേണ്ടത്? അത് മുഹറം മാസം പിറന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ലഭിക്കും. നമുക്കറിയാം മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി മാസം കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ മുതൽ തന്നെ എഴുതാനുള്ള സമയം തുടങ്ങി. അപ്പോൾ മുഹറം മാസം ആരംഭിക്കുന്നത് രാത്രി കൊണ്ടാണല്ലോ ഓരോ മാസങ്ങളും ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാസം തുടങ്ങിയിട്ടുണ്ട്, മുഹറം മാസമായിട്ടുണ്ട്, മാസപ്പിറവി കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പം മുതൽ എഴുതാം. മുഹറം 1 കഴിയുന്നതിന് മുമ്പ്, അഥവാ പിറ്റേ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് അത് എഴുതി തീർക്കണം. അപ്പോൾ ഇഖ്ലാസോടുകൂടെ ഒഴിഞ്ഞ് ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് വുളൂവോടുകൂടെ വളരെ അതവോടുകൂടെ ആവണം അത് എഴുതേണ്ടത്. അപ്പോൾ അത് ഏത് കിതാബിലുള്ളത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, അതെല്ലാം കിതാബുകൾ ഷർവാനിയിലുണ്ട്, അതുപോലെ തന്നെ കെൻസുർ നജാഹിലുണ്ട്, മുജറവാത്ത് ദൈറബിയിലുണ്ട്. അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരുടെ കാലത്തുണ്ടോ ഇവരുടെ കാലത്തുണ്ടോ എന്ന് ചോദിച്ച് നടക്കേണ്ടതില്ല. അത് മഹാന്മാർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മാത്രമല്ല ഇത് എഴുതുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ്, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വളരെ മഹത്വമുണ്ടെന്ന് എല്ലാവരും അംഗീകരിച്ച കാര്യമല്ലേ. അപ്പോൾ അതിൽ ശങ്കിക്കാതെ ആത്മാർത്ഥതയോടുകൂടി, ഒരു സംശയമൊന്നുമില്ലാതെ ആത്മാർത്ഥതയോടെ തന്നെ അത് എഴുതുക. അതുപോലെ തന്നെ മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം എഴുതിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് എവിടെയും ഇടാൻ പാടില്ല, ഖുർആനിൻ്റെ വചനമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെന്താക്കുക? കരിച്ച് കളയുക, അതല്ലെങ്കിൽ വൃത്തിയിൽ അത് എടുത്തു വെക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിയിട്ട് അത് വൃത്തിയായിട്ട് നമ്മുടെ മേശയിലോ നമ്മൾ വളരെ വൃത്തിയായി അത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാകും. അള്ളാഹു ഈ വരുന്ന വർഷം, പുതിയൊരു വർഷം പിറക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു വർഷം വളരെ നന്നായിട്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല നല്ല അറിവുകൾ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.